ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. ഗുണനിലവാരമുള്ള വിത്തുകൾ കർഷകർക്ക് ഉറപ്പാക്കുന്നതിനായി വിത്ത് നിയമം 2026 പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലക്ഷദ്വീപും പുതുച്ചേരിയുമടക്കം 5 ഇടങ്ങളിൽ SIR സമയപരിധി ഈ മാസം 19 വരെ നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്ന് കണ്ണൂരും കോഴിക്കോടും തൃശൂരും. ഇസ്രായേലിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് 1 പതിറ്റാണ്ട് തികയുന്ന വേളയിൽ രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സമൂഹത്തിന് ആശംസകൾ അർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ പദ്ധതി സുപ്രധാന പങ്ക് വഹിക്കുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ മാറിയിരിക്കുകയാണ്. ബഹിരാകാശം, പ്രതിരോധം തുടങ്ങിയ പുതിയ മേഖലകളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. സ്റ്റാർട്ടപ്പ് സംരംഭകരുമായി അദ്ദേഹം ചടങ്ങിൽ സംവദിക്കും. ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 10ാമത് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ ദശകത്തിൽ ചരിത്രപരമായ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ നേട്ടത്തിൽ രാജ്യത്തെ യുവജനങ്ങളെ അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി ഓരോ വിജയകരമായ സ്റ്റാർട്ടപ്പിനും പിന്നിലുള്ള സ്ഥിരോത്സാഹ മനോഭാവത്തെ പ്രത്യേകം പ്രശംസിച്ചു. What has been an incredible journey of Startup India. The youth of India has stood steadfast in this fantastic 10-year saga as India moved from a tiny seedling planted on 16th January 2016 to the world's 3rd largest ecosystem in the startup space. ഇന്ത്യയിലെ ജനങ്ങൾ ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 3ാമത് അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നതായും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. പാർലമെന്റിന്റെ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ വിത്ത് നിയമം 2026 അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗുണനിലവാരമില്ലാത്തതും വ്യാജവുമായ വിത്തുകളുടെ വിൽപ്പന തടയുക, കർഷകർക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള വിത്തുകൾ ഉറപ്പാക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിത്തുകളുടെ ഉറവിടം മനസ്സിലാക്കാൻ കർഷകർക്ക് ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും കൃഷിമന്ത്രി വ്യക്തമാക്കി. ट्रेसेबिलिटी का पूरा एक सिस्टम होगा. जो बीज आएंगे वो ये पता चलेगा कि डीलर के पास कहां से आए. एक तो ये होगा कि खराब बीज सिस्टम में आएंगे ही नहीं, और आए तो वो पकड़े जाएंगे और जिसने दिए उसको दंड दिया जा सकेगा. इसकी व्यवस्था की गई है. सीड कंपनी का रजिस्ट्रेशन बाकायदा किया जाएगा. इससे अनाधिकृत रूप से अगर कोई बीज बेचेगा तो वो भी जानकारी तत्काल प्राप्त की जा सकेगी. हाँ, एक बात मैं इसमें कहता हूं कि परंपरागत बीज जो किसान बोता चला आया है पर ये प्रतिबंध लागू नहीं होंगे, क्योंकि किसान आपस में भी बीजों का विनिमय करता है. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാവുന്നതാണ്. ജനുവരി 26-ന് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ഡി കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയറും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 25-ന് ഇരുവരും ഇന്ത്യയിലെത്തുന്നത്. 27-ന് നടക്കുന്ന 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്കും ഇരു നേതാക്കളും ചേർന്ന് അധ്യക്ഷത വഹിക്കും. തിരുവള്ളുവർ ദിനത്തിൽ ആശംസകൾ നേർന്ന്
ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ സന്ദേശങ്ങൾ എക്കാലവും പ്രസക്തമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. തിരുവള്ളുവരുടെ രചനകൾ ജനസഞ്ചയങ്ങൾക്ക് പ്രചോദനമേകുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുക്കുറൽ വായിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/PB vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും കോഴിക്കോടും തൃശൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. നിലവിൽ 507 പോയിന്റുകളുമായി കണ്ണൂർ 1ാം സ്ഥാനത്തും 501 പോയിന്റുകളുമായി കോഴിക്കോടും തൃശൂരും 2ാമതുമാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സംഗീതോത്സവം നാളെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 വരെയാണ് സംഗീതോത്സവം. ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ ഈ മാസം 19 വരെ പ്രവർത്തിക്കും. പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൌകര്യമുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിംഗും 19 വരെയുണ്ടാകും. മറ്റന്നാൾ വരെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ഈ മാസം 20-ന് നടയടയ്ക്കും. ഇസ്രായേലിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി. ഇസ്രായേലിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രായേൽ അധികൃതർ പുറപ്പെടുവിക്കുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യത്തിൽ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ UN രക്ഷാസമിതി ഇന്നലെ അടിയന്തര യോഗം ചേർന്നു. ഇറാൻ ജനതയ്ക്ക് ഭയരഹിതമായി പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. നയതന്ത്രത്തിലൂടെയും സംഭാഷണത്തിലൂടെയും പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്ന നിലപാടാണ് യോഗത്തിൽ ഐക്യരാഷ്ട്രസഭ സ്വീകരിച്ചത്. ഇറാനിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെടുന്നത് തുടർന്നാൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് അമേരിക്ക നിലപാട് വ്യക്തമാക്കി. ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശി ഇടപെടലുണ്ടെന്ന് ഇറാൻ ആരോപിച്ചു. ആഭ്യന്തര വിഷയമാണിതെന്ന നിലപാടാണ് റഷ്യയും ചൈനയും യോഗത്തിൽ സ്വീകരിച്ചത്. ഇറാൻ കഴിഞ്ഞ ദിവസം വ്യോമാതിർത്തി അടച്ചതും വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിരുന്നു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാരും ലഭ്യമായ മാർഗങ്ങളിലൂടെ രാജ്യം വിടണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. ഇറാനിലെ മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്ന് തായ്പേയ് താരം ലിൻ ചുൻ യിയെ നേരിടും. ന്യൂഡൽഹിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് മത്സരം. ഇന്നലെ നടന്ന പ്രീ ക്വാർട്ടറിൽ ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. നവി മുംബൈ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ജനാധിപത്യത്തിലേക്ക് ചുവടുവയ്ക്കാൻ വെനസ്വേല തയ്യാറാണെന്ന് മരിയ മച്ചാഡോ ട്രംപിനെ അറിയിച്ചു. തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അവർ US പ്രസിഡന്റിന് സമ്മാനിച്ചു. ഇത് മഹനീയമായ പ്രവൃത്തിയാണെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. ഗുണനിലവാരമുള്ള വിത്തുകൾ കർഷകർക്ക് ഉറപ്പാക്കുന്നതിനായി വിത്ത് നിയമം 2026 പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലക്ഷദ്വീപും പുതുച്ചേരിയുമടക്കം 5 SIR സമയപരിധി ഈ മാസം 19 വരെ നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്ന് കണ്ണൂരും കോഴിക്കോടും തൃശൂരും.
ഇസ്രായേലിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.